Thank you, sir. Now, with folded hands and deep reverence, we now invite Sambhuji Swamiji to grace this gathering with his benedictory address and shower his blessings upon all of us. Swamiji, we humbly request you to bless us with your divine words. സ്നേഹാലോകസുമോഹനവദനാം കരുണാത്രാനത നയനാം രമ്യാം ശ്രിതജനപാലനി വ്യഗ്രാം സൗമ്യാം അമൃതാനന്ദമയീം പ്രണമാമി. അമൃതേശ്വരിയെ നമഃ. ഇവിടെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന നമ്മുടെ ചീഫ് ഗസ്റ്റ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ, അടുത്ത ഗസ്റ്റ് എനിക്ക് വളരെ അടുത്തറിയാവുന്നവരാണ്, രണ്ടപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നത് കൊണ്ട് പരിചയപ്പെടുത്തുമ്പോൾ അവർ ചിരിക്കും. ജസ്റ്റിസ് ശ്രീ ദിലീപ് കുമാർ, ഫോമർ വൈസ് ചാൻസലർ ഓഫ് ശങ്കര യൂണിവേഴ്സിറ്റി, നമ്മുടെ കുഞ്ഞ് മോഹനായി ഇപ്പോഴും ജീവിക്കുന്ന അമൃതരാജ്, മറ്റ് അധ്യാപകർ, ഇവിടെ കൂടിയിരിക്കുന്ന പേരൻസ്, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും പ്രണാമങ്ങൾ. എനിക്ക് തുടങ്ങാനുള്ള ഒരു പോയിന്റിൽ അമൃതരാജ് പാടി നിർത്തിയിട്ടുണ്ട്. പറയാനൊന്നും ഇല്ലാത്ത അവസ്ഥയിലാക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഗുരുവിന്റെ മഹത്വം. ഗുരു എന്ന് പറയുമ്പോൾ നമ്മെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന ആൾ. എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്മെ ഈശ്വരനാക്കി മാറ്റുന്ന ആൾ. എല്ലാ കുറവുകളെയും മായ്ച്ചിട്ട് പരിപൂർണതയിലേക്ക് നയിക്കുന്ന അനന്ത ശക്തി. അതുകൊണ്ടാണ് മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ. മാതാവിൽ ഈശ്വരനെ കാണണം ആദ്യം, പിതാവിൽ ഈശ്വരനെ കാണണം, ആചാര്യനിൽ ഈശ്വരനെ കാണണം, സകലരിലും ഈശ്വരനെ കാണണം. ഇതാണ് നമ്മൾ എത്തേണ്ട അവസ്ഥ. എല്ലാറ്റിലും ഈശ്വരൻ മാത്രം, എവിടെയും ദിവ്യ ചൈതന്യം മാത്രം, കുറവുകളില്ലാത്ത ലോകം, എവിടെയും സ്വർഗം സൃഷ്ടിക്കുന്ന പരിശുദ്ധമായ മനസ്സ്. ഇത് നേടാനാണ് വിദ്യാഭ്യാസം. ഒരിക്കൽ ഒരു ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചു, ജീവിത വിജയത്തിന് എന്ത് ചെയ്യണം? അപ്പോൾ ഗുരു പറഞ്ഞു, ആഹാരത്തിൽ ശ്രദ്ധിക്കുക. ശിഷ്യന് സന്തോഷമായി. ശിഷ്യൻ പറഞ്ഞു, ആശ്വാസമായി, എനിക്ക് ആഹാരത്തിൽ മാത്രമേ ഉള്ളൂ ശ്രദ്ധ. അപ്പോൾ ഗുരു പറഞ്ഞു, കാണുന്നതൊക്കെ ആഹാരമാണ്, കേൾക്കുന്നതൊക്കെ ആഹാരമാണ്, ശ്വസിക്കുന്നതൊക്കെ ആഹാരമാണ്, സ്പർശിക്കുന്നതൊക്കെ ആഹാരമാണ്. വായിലൂടെ കഴിക്കുന്നത് മാത്രമല്ല ആഹാരം, ഇന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലെത്തുന്ന എല്ലാ ആഹാരവും പരിശുദ്ധമായിരിക്കണം. ഇവിടെ ശ്രീ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ ഓർമ്മിപ്പിച്ചു, നമ്മുടെ സിനിമകളിൽ കാണുന്ന രംഗങ്ങൾ എങ്ങനെ നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നു. നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും നമ്മൾ സ്പർശിക്കുന്നതും നമ്മൾ ശ്വസിക്കുന്നതുമൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റി ആയിട്ട് മാറുന്നു, നമ്മളായിട്ട് മാറുന്നു. നമ്മൾ അറിയാതെ ഉപബോധ മനസ്സിലേക്ക് ഇത് കടന്നു ചെല്ലുന്നു. അതുകൊണ്ട് ഇത് മായ്ച്ചു കളയാനുള്ള സംവിധാനമില്ല. ഒരിക്കലും ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി മാറിക്കഴിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധമായത് കാണുക, നല്ലത് കേൾക്കുക, നല്ല ആഹാരം കഴിക്കുക. എന്ത് കഴിക്കേണ്ടതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പരിശുദ്ധമായ ആഹാരം കഴിക്കുക, പരിശുദ്ധമായ കാര്യങ്ങൾ കേൾക്കുക. ഈ പരിശുദ്ധിയാണ്
ആധുനിക ലോകത്തിന് നഷ്ടമായിരിക്കുന്നത്. എങ്ങനെ ഈ പരിശുദ്ധി കിട്ടും? അമ്മ പറയാറുള്ളത്, ഓരോരുത്തരുടെയും അമ്മമാരാണ് ആദ്യത്തെ യൂണിവേഴ്സിറ്റി. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നാണ് കുഞ്ഞ് ആദ്യത്തെ പാഠങ്ങൾ പഠിക്കുക. ഗർഭകാലത്തെ അമ്മയുടെ ചിന്തകളാണ് അവന്റെ മനസ്സായി ആദ്യം രൂപപ്പെടുന്നത്. അതുകൊണ്ട് ഗർഭിണികളായ അമ്മമാർ പണ്ട് നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ചിരുന്നു, ഈശ്വര ചിന്തയിൽ കഴിഞ്ഞിരുന്നു, സദ്ഗുണ സമ്പന്നനായ മക്കൾക്ക് ജന്മം നൽകിയിരുന്നു. ഗർഭിണികളായ അമ്മമാർ ഹൊറർ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ടെറിബിളായിട്ടുള്ള ഭീകരന്മാർ ജനിച്ചെന്ന് വരും. കുട്ടിയുടെ കുറ്റമല്ല, കുട്ടിക്ക് കിട്ടിയ ആദ്യ പാഠം അതായിരുന്നു. അതുകൊണ്ട് കാണുന്നത് നല്ലത് മാത്രം കാണുക, നല്ലത് മാത്രം കേൾക്കുക, നല്ലത് മാത്രം ശ്വസിക്കുക, നല്ല മാത്രം കഴിക്കുക, നല്ലത് മാത്രം കുടിക്കുക, ഇത് ജീവിത വിജയത്തിനുള്ള ഉപായമായി ഗുരു പറയുന്നു. ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു: അച്ഛനോടാണോ ഇഷ്ടം, അമ്മയോടാണോ ഇഷ്ടം? അപ്പോൾ രണ്ടുപേരുടെയും മുഖത്ത് നോക്കും, രണ്ടുപേരുടെ മുമ്പിൽ വെച്ചാ ചോദിക്കുക. രണ്ടുപേരുടെയും മുഖത്ത് നോക്കുമ്പോൾ രണ്ടുപേരും കണ്ണുവെട്ടി കാണിക്കും, രണ്ടുപേരെയും ഇഷ്ടമാണെന്ന് പറയും. അപ്പോൾ വീണ്ടും ചോദ്യം, കൂടുതൽ ഇഷ്ടം ആരോടാണ്? മിണ്ടാതെ ഇരിക്കും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉത്തരവുണ്ട്. ഞാൻ ഒരിക്കൽ ഒരു കുഞ്ഞിനോട് ഇത് ചോദിച്ചു, അച്ഛനോടാണോ ഇഷ്ടം, അമ്മയോടാണോ ഇഷ്ടം? രണ്ടുപേരോട് ഇഷ്ടമല്ല. അച്ഛനോടും അമ്മയോടും ഇഷ്ടമല്ലാത്ത ഒരു തലമുറ വളർന്നു വരുന്നു. അതുകൊണ്ട് അമ്മ പറയാറുണ്ട്, 7 വയസ്സിനുള്ളിൽ കുഞ്ഞിനെ സ്നേഹം കൊണ്ട് ബന്ധിക്കുക. അച്ഛനും അമ്മയും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന തോന്നൽ അവന്റെ മനസ്സിൽ സൃഷ്ടിക്കുക. 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ഡിസിപ്ലിൻ ചെയ്യുക. നല്ല കാര്യങ്ങൾ ചെയ്താൽ സമ്മാനം കൊടുക്കുക. തെറ്റ് ചെയ്താൽ എന്തുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ടീനേജിൽ അവനെ കറക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവന്റെ ഫ്രണ്ടായിട്ടിരിക്കുക. ഇങ്ങനെ ഒരു കുഞ്ഞിന്റെ മാനസികാവസ്ഥയെ മാറ്റിയെടുക്കുവാൻ ഏറ്റവും വിദഗ്ധ അമ്മയാണ്. അവന്റെ സ്പന്ദനങ്ങൾ ഓരോന്നും അമ്മമാരുടെ ഹൃദയത്തിൽ അറിയാൻ സാധിക്കും. കൊച്ചു കുഞ്ഞിന് വിശന്നാൽ യഥാർത്ഥ അമ്മമാർക്ക് ഉള്ളിൽ അറിയാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ അമ്മമാരുടെ കാര്യം അറിയില്ല എനിക്ക്. കാരണം സ്നേഹം കൊണ്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ഞങ്ങൾക്ക് സന്യാസം തരുന്നതിന് മുമ്പ് ഗുരു ചില ഉപദേശങ്ങൾ തരും. അതായത് വിരജാഹോമം നടക്കുമ്പോൾ ശരീരത്തെ അതിൽ ദഹിപ്പിക്കുന്നു എന്ന സങ്കല്പത്തിൽ കുറെ ചടങ്ങുകളുണ്ട്. ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം ആ ജ്ഞാനാഗ്നിയിൽ ദഹിപ്പിക്കുന്നു എന്ന സങ്കല്പത്തിൽ അഗ്നിയിലേക്കെല്ലാം സമർപ്പിക്കുന്നു. അഗ്നിയെ തന്നെ വസ്ത്രമായി ധരിക്കുന്നു. പിന്നെ വ്യക്തിത്വമില്ല. അപ്പോൾ പ്രകൃതിയോട് പ്രതിജ്ഞ ചെയ്യുന്നു, എനിക്ക് സന്തോഷം വേണ്ട, ലോകത്തിന്റെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ ജീവിതം ഹോമിക്കാൻ തയ്യാറാണ്. അമ്മ വസ്ത്രം തരുമ്പം പറയും, ഇത് എല്ലാവരും ബഹുമാനിച്ചോണം എന്ന് പറയുന്ന പ്രഖ്യാപനമല്ല, നിന്ദ സ്വീകരിക്കാൻ തയ്യാറാണ്. ലോകത്തിന്റെ നിന്ദ സ്വീകരിക്കാൻ തയ്യാറാണ്, ലോകത്തിന്റെ വേദന സ്വീകരിക്കാൻ തയ്യാറാണ്, അപമാനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്, ലോകത്തിന്റെ സന്തോഷത്തിന് വേണ്ടി. ഇപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന പ്രതിജ്ഞയെടുത്ത ശേഷം രാജാവ് വന്നാലും ഇരിക്കുന്നിടത്തൊന്നും എഴുന്നേക്കേണ്ട ആവശ്യമില്ല, കാരണം വ്യക്തി അവിടെ ഇല്ല. പക്ഷേ പ്രസവിച്ച അമ്മ വരുമ്പോൾ എഴുന്നേക്കണം. ആ ബന്ധം മുറിക്കാനാവില്ലത്രേ. അംബിലിക്കൽ കോഡ് മുറിച്ചാലും അദൃശ്യമായ സൂക്ഷ്മമായ ഒരു ചൈതന്യവുമായി കുഞ്ഞിനെ ബന്ധിച്ചിരിക്കുന്നു അമ്മമാരുടെ ഹൃദയം. അത് മുറിക്കാൻ ആർക്കും സാധിക്കാത്തത് കൊണ്ട് സന്യാസം എടുക്കുമ്പോൾ പോലും അമ്മമാരുടെ അനുവാദം വേണം. അതുകൊണ്ടാണ് ഒരാൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവണമെങ്കിൽ ആദ്യം അനുഗ്രഹം വേണ്ടത്
സ്വന്തം അമ്മയുടേതാണ്. അപ്പോൾ അമ്മ ഈശ്വരനാണെന്ന് കുഞ്ഞിന് തോന്നിക്കണം. മാതൃദേവോഭവ എന്ന് പറയുമ്പോൾ അമ്മ ഈശ്വരനെ പോലെ പെരുമാറണം. അപ്പോൾ അമ്മയിൽ ഈശ്വരൻ ഉണ്ട് എന്ന് കുഞ്ഞിന് വിശ്വാസം വരണമെങ്കിൽ സ്നേഹം കൊണ്ട് ആദ്യം ബന്ധിക്കണം. ഞാൻ ജപ്പാനിൽ ഹൈസ്കൂൾ വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു ക്യാമ്പ് നടത്തിയപ്പോൾ അവരോടൊരു ചോദ്യം ചോദിച്ചു. അർദ്ധരാത്രി സമയം, നിങ്ങൾക്ക് വിശന്നു, എന്തു ചെയ്യും? അപ്പോൾ എല്ലാ കുട്ടികളും ഒരേ ഉത്തരവാണ് പറഞ്ഞത്. ഞങ്ങൾ അടുക്കളയിൽ ചെന്ന് ഫ്രിഡ്ജ് തുറന്ന് എന്തെങ്കിലും കഴിക്കും, അല്ലെങ്കിൽ ബ്രെഡ് കഴിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ വിളിച്ചുകൂടെ? അമ്മയെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഭാരതത്തിലെ അമ്മമാർക്ക് അതൊരു ബുദ്ധിമുട്ടല്ല. പാതിരാത്രിക്ക് വിളിച്ചാലും അവർ സന്തോഷത്തോടു കൂടി കുഞ്ഞിന് വേണ്ടത് കൊടുക്കും. പക്ഷേ ഭാരതത്തിൽ വന്നൊരു കോളേജിൽ എനിക്ക് ചോദ്യം ചോദിച്ചപ്പോൾ വേറൊരു ഉത്തരവാണ് കിട്ടിയത്. ഞാൻ കുട്ടികളോട് ചോദിച്ചു, അർദ്ധരാത്രിക്ക് നിങ്ങൾക്ക് വിശന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ കോളേജ് സ്റ്റുഡൻസ് എല്ലാം പറഞ്ഞത്, ഞങ്ങൾ സെർവന്റിനെ വിളിക്കും. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് അമ്മയെ വിളിച്ചുകൂടെ? അമ്മയെ വിളിച്ചാൽ തൊഴി കിട്ടും. പാതിരാത്രിക്ക് സീരിയലെല്ലാം കണ്ടിട്ട് അമ്മ കിടന്നിട്ടേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് അമ്മയെ വിളിച്ചുണർത്തിയാൽ അമ്മയുടെ കയ്യിൽ നിന്ന് ശകാരവും ശിക്ഷയും കിട്ടും. കാലഘട്ടം ഒരുപാട് മാറി. അപ്പോൾ അമ്മമാര് വിചാരിച്ചാൽ മാത്രമേ തലമുറകളെ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അമ്മമാരൊക്കെ ശക്തി സ്വരൂപിണികളായ ദേവിമാരായി മാറണം. അമൃത വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ പരിശുദ്ധി നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. മോസ്റ്റ് മോഡേൺ എഡ്യൂക്കേഷന്റെ കൂടെ അവരുടെ നിഷ്കളങ്കത നിലനിർത്തുന്നു എന്നതിന്റെ ഉദാഹരണമാണ് നമ്മളിവിടെ കണ്ടത്, അമൃതരാജ്. ഇതുപോലെയുള്ള അനേകം കുട്ടികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഞാൻ യാത്ര ചെയ്യുമ്പം കാണാറുണ്ട്. ഒരിക്കൽ ഒരു കാലിഫോർണിയ ആശ്രമത്തിൽ അമ്മയുടെ ഫസ്റ്റ് വേൾഡ് ടൂർ 1987, അന്ന് ഞാൻ വെള്ള വസ്ത്രമായിരുന്നു. അമ്മ ദർശനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അമേരിക്കക്കാരിയായ അമ്മ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ വലിച്ചിഴച്ച് അവിടെ കൊണ്ടുവന്നു. അമ്മ ചോദിച്ചു, നീ എന്തിനാണ് അവനെ ഇങ്ങനെ വലിച്ചിഴച്ചുകൊണ്ട് വരുന്നത്? അപ്പൊ അവർ പറഞ്ഞു, അമ്മ, മൈ സൺ ഈസ് എ സ്റ്റുപ്പിഡ്. എന്റെ മോൻ ഒരു പമ്പര വിഡ്ഢിയാണ്. 9ാം ക്ലാസ്സിൽ അവൻ 3 പ്രാവശ്യം തോറ്റു. ഇനിയും തോറ്റാൽ ഞാൻ അവനെ വീട്ടിൽ നിന്ന് ചവിട്ടി ഇറക്കും. ഞാൻ വിധവയാണ്, എനിക്ക് അത്രയും പണമൊന്നുമില്ല പഠിപ്പിക്കാൻ. ടീനേജ് പ്രായമുള്ള പയ്യൻ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നു. അപമാനിക്കപ്പെട്ടു അനേകം പേരുടെ മുന്നിൽ വെച്ച്. അമ്മ അവനെ ആലിംഗനം ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, മോനെ, 2 മാസം നമ്മള് US ടൂറുണ്ട്, 1 മാസം യൂറോപ്പിലുണ്ട്. 3 മാസം ഇവൻ നമ്മുടെ കൂടെ പോരട്ടെ. 3 മാസം കഴിഞ്ഞ് അവനെ തിരിച്ചു കൊടുക്കാമെന്ന് അവന്റെ അമ്മയോട് പറഞ്ഞു. അവന്റെ അമ്മ സമ്മതിച്ചു. അവനെ അമ്മ എന്നെ ഏൽപ്പിച്ചു. കാരണം ഞാൻ ആ സമയത്ത് സൗണ്ട് സിസ്റ്റത്തിന്റെയും വീഡിയോയുടെയും ഒക്കെ ചാർജ് എനിക്കായിരുന്നു. അപ്പോൾ ഞാൻ ഇവനെ കണക്ഷൻസ് ഒക്കെ പഠിപ്പിച്ചു. അവൻ വളരെ വേഗത്തിലെല്ലാം പഠിക്കുന്നു. ഓരോ സ്ഥലത്തും പ്രോഗ്രാമിന് മുമ്പ് രാവിലെ തന്നെ പോയിട്ട് അതെല്ലാം ചെക്ക് ചെയ്യുകയും ഇവൻ കണക്ഷൻസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് പതിവായി. അങ്ങനെ 3 മാസത്തെ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു. ഇവൻ യൂറോപ്പിൽ നിന്ന് തിരിച്ച് US പോയി. പിന്നെ 15 വർഷത്തിന് ശേഷമാണ് അവനെ കാണുന്നത്. അമ്മയുടെ ലോസ് ആഞ്ചലസിൽ പ്രോഗ്രാം നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ സൂട്ടൊക്കെ ഇട്ടിട്ട് എൻ്റെ അടുത്ത് വന്നു. സ്വാമിജി, ഡു യു റെക്കഗ്നൈസ് മീ? എന്നെ മനസ്സിലായോ? ലോസ് ആഞ്ചലസിൽ ഫിലിം സ്റ്റാർസ് ധാരാളം വരാറുണ്ട് അമ്മയെ കാണാൻ. ഞാൻ വിചാരിച്ചു ഇവന്റെ ഒരു ഫിലിം സ്റ്റാർ ആയിരിക്കും. അവൻ പറഞ്ഞു, ഐ ആം ദാറ്റ് സ്റ്റുപ്പിഡ് ബോയ്
who failed in 9th grade 4 times. കാരണം 4ാമത്തെ തവണയും അവൻ 9ാം ക്ലാസ്സിൽ തോറ്റു. അവന്റെ ചരിത്രം പറഞ്ഞു. 9ാം ക്ലാസ്സിൽ തോറ്റു കഴിഞ്ഞപ്പോൾ അമ്മ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി വാതിലടച്ചു. മരിക്കുക മാത്രമാണ് മാർഗം. അവൻ എക്സ്പ്രസ് ഹൈവേയിൽ കൂടി നടക്കാൻ തുടങ്ങി. എളുപ്പത്തിൽ വണ്ടി ഇടിച്ച് മരിക്കുമല്ലോ. പക്ഷേ ഒരു കാർ വന്ന് പെട്ടെന്ന് നിർത്തി അവനെ ഉള്ളിലേക്ക് വലിച്ച് കയറ്റി കൊണ്ടുപോയി. അത് അവന്റെ ഒരു ഫ്രണ്ടിന്റെ അച്ഛനായിരുന്നു. അച്ഛനൊരു കമ്പ്യൂട്ടർ ഫേം നടത്തുന്നുണ്ട്. അയാൾ അവിടെ ഇവനൊരു ജോലി കൊടുത്തു, സാധനങ്ങൾ എടുത്ത് കൊടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയൊക്കെ ചെയ്യാനായിട്ട്. അച്ഛനൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആയിരുന്നു. ഇവൻ ദിവസവും അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കൊണ്ട് കമ്പ്യൂട്ടർ ഫീൽഡിലുള്ള ഇവന്റെ താല്പര്യം കണ്ട് അയാൾ അവനെ ഒരു 6 മാസത്തെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പ്രോഗ്രാം പഠിപ്പിക്കുന്ന സ്ഥലത്ത് അയച്ചു. അവിടെ അവൻ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു. ഒരു മൾട്ടിനാഷണൽ കമ്പനി മില്യൺസ് ഓഫ് ഡോളേഴ്സിന് അത് വാങ്ങിച്ചു. അങ്ങനെ അവൻ ഒരു മില്യണറായി. അത് കഴിഞ്ഞ് ആ കമ്പനി തന്നെ ലണ്ടനിൽ 5 years അവനെ സ്പെഷ്യൽ ട്രെയിനിങ്ങിനായി അയച്ചു. അത് കഴിഞ്ഞ് ഉന്നതമായ ഒരു ജോലി ആ കമ്പനിയിൽ അവന് ലഭിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതല്ല. അവൻ പറഞ്ഞത് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം, ഫസ്റ്റ് റാങ്കും ഡിസ്റ്റിങ്ഷനും ഒക്കെ മാർക്ക് മേടിച്ച് പാസ്സായ അവന്റെ കൂട്ടുകാരിൽ പലരും അവന്റെ കമ്പനിയിൽ അവന്റെ താഴെ ജോലി ചെയ്യാനെത്തി. ഗ്രേസ് ഈസ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ അവർ എഫർട്ട്. എഫർട്ട് വേണം. മടിയന്മാർക്ക് ഗ്രേസ് കിട്ടില്ല. പക്ഷേ ഈശ്വര കൃപ ഉണ്ടാകണമെങ്കിൽ അഹങ്കാരം ഇല്ലാതാകണം. അഹങ്കാരം ഇല്ലാതാകുന്ന നിമിഷത്തിൽ നമുക്ക് അനുഗ്രഹ വർഷം തന്നെ ഉണ്ടാവും. അതിന് പരിശുദ്ധി വേണം. ആ പരിശുദ്ധി ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പ്രാർത്ഥന വേണം, നല്ല ചിന്തകൾ വേണം, നല്ല പ്രവർത്തികൾ വേണം. അതാണ് അമൃത വിദ്യാലയത്തിലെ കുട്ടികൾക്കുള്ള പ്രത്യേകത. അവരെത്ര വളർന്നാലും കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത നിലനിർത്താൻ അവർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് അനേകായിരം ആളുകൾക്ക് മാതൃകയായി, ലോകത്തിന് അലങ്കാരങ്ങളായി അവർ ജീവിക്കുന്നു. ഈ അമൃത വിദ്യാലയത്തിൽ നമുക്ക് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് അനവധി അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ അവസരങ്ങളുണ്ട്. നമ്മുടെ അമൃത വിദ്യാലയത്തിന്റെ ആദ്യത്തെ വിദേശത്തെ സ്കൂള് ഷിക്കാഗോയിൽ ആരംഭിച്ചു. സ്കൂള് മാത്രമല്ല, അതിൻ്റെ അടുത്ത് തന്നെ റിസർച്ച് സെന്റർ പഠിക്കുന്ന കുട്ടികളും പഠിപ്പിക്കുന്ന അധ്യാപകരും മുമ്പ് നമ്മുടെ അമൃത വിദ്യാലയത്തിൽ പഠിച്ചവരാണ്. അങ്ങനെയുള്ള അത്ഭുതങ്ങൾ ഇനിയും ലോകം കാണാൻ പോകുന്നു. അമ്മയുടെ എല്ലാ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കും. മോശമായ